ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, അവിടുന്ന് ഉപമകൾ വഴി സംസാരിക്കുന്നതെന്തെന്ന്. ഈശോ പറയുന്നു, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്കാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നതെന്ന്. മറ്റുള്ളവർ അത് കേൾക്കുകയും കാണുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാനാവില്ല. അവരുടെ ചെവികൾ അടക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പെസഹായോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ ഉരുടുന്നുണ്ട്. അവിശ്വസികളായ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാനുള്ള ഭാഗ്യം, അങ്ങയുടെ സ്വരം കേൾക്കാനുള്ള ഭാഗ്യം അങ്ങയുടെ പ്രിയജനത്തിന് തന്നെയാണല്ലോ നൽകിയതെന്ന്. അതെ, ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ നേതാവായ അതിനാഥനായ അവിടുന്ന് ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ അവിടുത്തെ വാക്കുകളെല്ലാം തന്നെയും ഹൃദയസ്പർശിയാണ്. പക്ഷെ അവിടുന്ന് വളരെ വ്യക്തമായി പറയുന്നു, യേശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ഗ്രഹിക്കാൻ പറ്റാത്തവണ്ണം ഹൃദയം മന്ദീഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അതാണ്. യേശു പറയുന്നുണ്ട്, ഉള്ളത് എന്ന് കരുതുന്നവനെന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. അപ്പോൾ യഥാർത്ഥമായി ഈശോയെ അംഗീകരിക്കാതെ പോവുകയും ഉൾക്കൊള്ളാൻ മടി കാണിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ആത്മാവ് അവരിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. ആകയാൽ ഹൃദയം അടച്ചു വയ്ക്കാതെ അവിടുത്തെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നത് നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളവരായി മാറാം. അങ്ങനെ ഏവർക്കുമായി അവിടുന്ന് വിന്യസിച്ചിരിക്കുന്ന, വിഭാവനം ചെയ്തിരിക്കുന്ന, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗരാജ്യം അത് കരഗതമാക്കും. നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടുകൂടെ പ്രവർത്തന നിരതാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.